വെളുപ്പിന് ഒരു 4-4:30 കാണും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. നേരം വെളുവിളാന്ന് വെളുത്തു വരുന്നേ ഉള്ളൂ. ചെറിയ തോതിലുള്ള കോടമഞ്ഞിൽ തണുപ്പും തെക്കൻ കാറ്റും വളരെ ശാന്തമായ അന്തരീക്ഷവും ഉറക്കമുണർന്നു വരുന്ന പ്രകൃതിയുടെ കാഴ്ചകളും കണ്ട് ഒരു കുരിശുമല കയറ്റം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലുള്ള ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കുരിശുമല. പശ്ചിമ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി അഥവാ 900 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സീസണിൽ ആളുകളുടെ തിക്കും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് അല്ലാതെ ഇതുപോലെ ആരും ഇല്ലാതെ സീസണിൽ അല്ലാത്ത ഒരു ദിവസം നിങ്ങൾ കുരിശുമല കയറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഈ സീസണിൽ അല്ലാത്ത ഒരു ദിവസം കുരിശുമല കയറി എക്സ്പീരിയൻസ് ചെയ്യണം. അതും വെളുപ്പിന് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ല കൂർമ്മയുള്ള ഒരു മെമ്മറീസ് ആയിരിക്കും ഇത്. പൊതുവെ കയറാൻ കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും ഈ ടൈമിൽ ഇങ്ങനെ സീസണിൽ അല്ലാതെ ആരും ഇല്ലാതെ നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കുരിശുമല. ഈ സീസണിൽ അല്ലാതെ ഇതുപോലെ ആരും ഇല്ലാതെ ആൾക്കാരും ബഹളമൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത് എന്റെയും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരുപാട് തവണ സീസണിലൊക്കെ കുരിശുമല കയറിയിട്ടുണ്ടെങ്കിലും ഇത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയാ, അതിനേക്കാളും ഒന്നും പറയാനില്ല, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഒരു സമാധാനപരമായ ഒരു ആത്മീയ ശാന്തമായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വന്നപ്പോ തന്നെ അങ്ങോട്ട് എന്നെ മറന്നങ്ങ് അവിടെ കിടന്ന് കുറച്ചു നേരം കിടന്ന് എന്തൊക്കെയോ അങ്ങ് ആലോചിച്ചാണ് കുറെ നേരം സമാധാനമായിട്ട് കിടന്നു. വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകൾ, മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം, ആസ്വദിക്കാം. കുറെ നേരം അങ്ങ് റിലാക്സ് ആയി പീസ് ആയിട്ട് അങ്ങ് ഒരു 1, 2, 3 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ കണ്ട് ഇത് കഴിഞ്ഞാണ് ഞങ്ങൾ പോയത്. തിരിച്ചു നല്ല റിലീഫായിരുന്നു എനിക്ക് കിട്ടിയത്. അതിമനോഹരമായ കാഴ്ചകളും കണ്ട് സമാധാനത്തോടെ ഹാപ്പി ആയി നിങ്ങൾക്ക് അവിടെ പോയി വരാം. നമ്മളെ ലിജോ ബ്രയാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് സീസണിലല്ലാതെ ഒരു ദിവസം കുരിശുമല പോയിട്ട് ഒരു ബ്ലോഗ് ചെയ്യണം, അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണുന്ന ഒരു ആഗ്രഹം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് ആരും ഇല്ലാത്ത ഒരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത്. അത് എന്തുകൊണ്ടും നല്ല അടിപൊളി മികച്ചൊരു തീരുമാനം തന്നെയായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ അതുകൊണ്ട് തന്നെ താങ്ക്സ് ടു ബ്രോ, ലിജോ ബ്രോ, താങ്ക്സ്. ഇതുപോലൊരു നല്ലൊരു എക്സ്പീരിയൻസും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ബ്രോ കാരണം എന്തായാലും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഞങ്ങൾ രണ്ടുപേരും എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും വരിക, വന്ന് എൻജോയ് ചെയ്ത് പോവാ. നമുക്കിനി എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ പോയെന്ന് പറയുമ്പോ മെയ് മാസത്തിലാണ്, ആ ചൂട് സമയത്താണ് നമ്മൾ പോയത്. എന്നിട്ട് നമുക്ക് ഇത്രയധികം അവിടെ ആ തണുപ്പും ആ സമയത്ത് ആ തണുപ്പും ആ ക്ലൈമറ്റും ഇതുപോലെയുള്ള കാഴ്ചകളും കാണാൻ കഴിഞ്ഞ് ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ ഈ ടൈമിലൊക്കെ പോയാൽ എന്തായാലും നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം. മാനസികമായും ശാരീരികമായിട്ടും എല്ലാം നല്ല റീഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ്, മാനസികമായിട്ട് ഒരു ആത്മീയമായ ഒരു തീര് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമുക്ക് പോയി വരാം. അപ്പൊ എന്തായാലും ഇത് മിസ് ചെയ്ത് നമുക്ക് അത് ഞാൻ ഇതിലേക്ക് മതിമറന്ന് ഇരുന്നോണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് പോയി വരാം. അപ്പൊ എന്തായാലും മിസ് ചെയ്ത് പോവുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് എന്തായാലും പോവുക. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഞാൻ ഇത്രയും പറയുന്നത്, ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളെ കണ്ടിറങ്ങുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം ഇവിടുത്തെ കെയർ ടേക്കേഴ്സിനോടും അധികാരികളോടും നമ്മുടെ സബ്സ്ക്രൈബിംഗ് വാച്ചേഴ്സിനോടൊക്കെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ പോയപ്പോ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പികള്, കവറുകള് കുന്നുകൂടി കിടക്കുവാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കാൻ, അത് മാത്രമല്ല പോകുന്ന നമ്മളൊക്കെ അതൊന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അവിടെ ഇടാതെ ശ്രദ്ധിക്കാനും
പറയണമെന്നുണ്ട്. എനിക്ക് പറയാൻ തോന്നിയത് പറയണം. നമ്മുടെ ഈ പ്രകൃതി നമ്മളെയാണോ സംരക്ഷിക്കേണ്ടത്? എനിക്ക് ഒരുപാട് വിഷമായി. ഒരുപാട് കുന്നുകൂടി കിടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ. അതൊക്കെ അധികാരികൾ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും. ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.